മങ്കൂസ് മൗലിദിന്റെ ചരിത്രം എന്താണെന്നറിയോ? മുഴുവനും ഇസ്തിഗാസയാണ്. ആ ഇസ്തിഗാസയാണ് സുന്നികളുടെ അടിത്തറ എന്ന് പറയുന്നത്. കണ്ടില്ലേ നിങ്ങൾ? ഇർതകബ്തു അലൽ ഖതാ വൈറ ഹസ്രിൻ വഅദാത് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഓ കൂട്ടുകാരെ, നമ്മൾ റബീഉൽ അവൽ വരുമ്പോ നേരത്തെ നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണോ ഇസ്തിഗാസ ചെയ്തത്, അതുപോലെ നമുക്ക് ഇസ്തിഗാസ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ മശായിഖന്മാരെ സംരക്ഷണ വലയത്തിലായതുകൊണ്ടാ. അവര് ഇർതകബത്ത് പാടുന്നുണ്ടാവും, പക്ഷെ അർത്ഥം മാറിയിട്ടുണ്ട്. അള്ളാന്റെ റസൂലെ, നിങ്ങൾക്ക് ഒന്നിനും കഴിയൂല. ഓല ഭാഷ ഞാൻ പറയുന്നത്, ഒന്നിനും കഴിയൂല. നിങ്ങൾ അള്ളാനോടൊന്ന് പറഞ്ഞിട്ട് വല്ലതും ഞങ്ങൾക്ക് വാങ്ങിത്തരുമോ? നേരെ ഡയറക്റ്റ് ചെയ്യുന്ന കാര്യമില്ല എന്ന് പറഞ്ഞില്ലേ ഇവർ? ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലെങ്കിൽ പഴയ ഇസ്തിഗാസ ഒന്ന് ഇട്ട് കൊടുക്കുക, അപ്പൊ മനസ്സിലാവും. വരത്തിലതാ ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മഴയിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തപസ്സുലാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് ഇതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും, റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങ് മറിഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ, നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. അതാണ് ഇസ്തിഗാസ. അങ്ങനെയാണ് വരട്ടെ. അത് മീന് തിന്നുള്ള പേടിയുണ്ടാണ്. അതിനാണ് ഇസ്തിഗാസ ഇങ്ങോട്ട് വന്നത്. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ ആരുമില്ല, നേരെ മുന്നിൽ കാണുകയാണ്. അതല്ലേ നമ്മൾ പറഞ്ഞത്. സ്വഹാബത്ത് എങ്ങനെയാ ഇസ്തിഗാസ ചെയ്ത്? സ്വഹാബത്ത് വന്നിട്ട് ഞങ്ങൾക്ക് അള്ളാന്റെ അടുത്ത് വാങ്ങിത്തരണമെന്നാ തവസ്സുൽ. അത് പറഞ്ഞ ഘട്ടങ്ങൾ ഉണ്ടാകാം, പക്ഷെ അധികവും നടന്ന ഇസ്തിഗാസ എന്താ? നേരെ വന്നിട്ട് ഹബീബായ സ്വലൈസാലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ, അല്ലേ? ഞങ്ങൾക്ക് ഇല്ല എന്നാ പറഞ്ഞു. വലൈസാലന, ഞങ്ങൾക്കില്ല, ഇല്ല ഇലൈക ഫിറാറുന, അങ്ങയുടെ സമീപത്തേക്ക് ഓടി വരലല്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല. അതാ അങ്ങയിലേക്ക് വരികയല്ലാതെ ഞങ്ങൾക്ക് വേറെ രക്ഷല്ല നബിയെ. അത് അങ്ങയുടെ വിഷയം മാത്രമല്ല. വഅൈനാ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി, അല്ലാഹു അയച്ച ദൂതന്മാരെ സമീപത്തേക്കല്ലാതെ എങ്ങോട്ട് ഓടിപ്പോകാനാണ്? അതാണ് നമ്മൾ ആ പാട്ട്. ഏത് പാട്ട്? ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. മടവൂർ ശൈഖുനാനോട് ചെല്ലണ പാട്ടുണ്ടല്ലോ. കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ, കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ, ഉങ്ങൾ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരേ, കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ, ഉങ്ങൾ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരേ. നേർക്ക് നേരെയുള്ള ഇസ്തിഗാസ. അതോട് പാടിയ ഓനെ പീഡിപ്പിക്കുകയാണ്. ഇപ്പോ പാടിയ ഉസ്താദിനെതിരെ പ്രശ്നം. നമ്മൾ പറഞ്ഞു ഒരു ഭയവും വേണ്ടട്ടോ, മശായിഖ് ഫുള്ളും കൂടെയുണ്ട്. ഇസ്തിഗാസ ചെയ്ത ഉസ്താദുമാരെ പീഡിപ്പിക്കുന്ന കാലം ആര്? ഈ വ്യാജന്മാർ. സ്വഹാബത്ത് പാടിയ ഇസ്തിഗാസയാണത്. മീൻ തിന്നുമെന്ന് കണ്ടപ്പോ ഇവര് തന്നെ മുൻകാലത്ത് ചെയ്ത ഇസ്തിഗാസയാണത്. ഈ ഇസ്തിഗാസയ്ക്ക് വേണ്ടിയാണ് കൊട്ടപ്പുറത്ത് വാദപ്രതിവാദം നടത്തിയത്. ഈ ഇസ്തിഗാസയാണ് നമ്മൾ
അശ്റക ബൈത്തിലൊക്കെ അതല്ലേ ഉള്ളൂ. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു ظني യാ ബശീറു യാ നദീർ. എന്താ ഇസ്തിഗാസ? നബിയെ, അങ്ങയുടെ സാധുവായ അടിമ, സാധുവായ അടിമയായി. ഓ അടിമ ഞാന്. അപ്പൊ അത് പടച്ചോന് നേരെ ശിർക്കാക്കിയേക്ക്, ഇതാ വഹാബിയാക്കിയത്. അടിമയാവുമ്പോ ഉടമ അല്ല. അപ്പൊ അബ്ദുക്കാന്ന് പാടിയോൻ മുശ്രിക്ക്. ഇപ്പൊ ബലും പോണ അങ്ങനെയാണ്, അനങ്ങിയ അല്ലാക്കുക. അബ്ദുല്ലാഹി ബിൻ ഉബൈ തുടങ്ങി വെച്ച അതേ പണി അതാ. പിന്നെ നേർക്ക് നേരെ പറയുന്നോക്ക്, നിങ്ങൾ എങ്ങനെയോടെ ഷറഫുല്ലനാ മോദുക, എങ്ങനെ നിങ്ങൾ മങ്കൂസ് മൗലിദ് ഓതും പറയ്. കണ്ടോ, ഫഅഗ്സിനി വഅജ്ർനി യാ മുജീറു മിനസ് സഈരി യാ ഗിയാസി യാ മലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂർ. എന്നെ കാക്കണേ. എന്താണ് ആ വാചകം? ആരോട്? മുത്തു റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ കാക്കണേ, എന്നെ സഹായിക്കണേ, നരകത്തിൽ നിന്ന് എന്നെ കാക്കണേ. യാ മുജീറു മിനസ് സഈർ, ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്ന നേതാവേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടപെടലല്ല, കഴിവുകെട്ട വാപ്പയല്ല, നേർക്ക് നേരെ നരകത്തിൽപ്പെട്ടവരെ പോലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നേതാവേ. അത് നരകത്തിൽ നിന്ന് മാത്രമല്ല, യാ ഗിയാസി യാ മലാദി, എന്റെ അഭയകേന്ദ്രമായ, ഓടിച്ചെല്ലാനുള്ള എന്റെ സഹായത്തിന്റെ ഉത്ഭവ കേന്ദ്രമായ പ്രിയപ്പെട്ട നബിയേ, ഫീ മുലിമ്മാത്തിൽ ഉമൂർ, ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ അതിലൊക്കെ അങ്ങയുടെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെ നിങ്ങൾ ചെല്ലുത്? നിങ്ങൾ എവിടെയാണ് മുത്തു റസൂലിനെ കൊണ്ടുപോയി വെച്ചത്? എന്താ? അതാ പറഞ്ഞേ, ഈ റബീഉൽ അവ്വൽ നിങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. കാരണം ഇതെല്ലാം പാടിപ്പറഞ്ഞ സുന്നികൾ നിങ്ങൾ എവിടെ കൊണ്ടുപോയി എത്തിച്ചു? വിളിച്ചു കൊടുക്കുക, എവിടെ വരെ എത്തി എന്നുള്ള പോയിന്റ് തന്നെ ധാരാളം. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിൻ്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ, തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അള്ളാഹു എൻ്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ എന്നും വായിക്കാം, എൻ്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി. ഇത് പറഞ്ഞതിന് ശേഷം അതാണ് നബിതങ്ങളോടുള്ള ഇസ്തിഗാഥ, ഇടപെടാൻ ആവശ്യപ്പെടുന്നതാണ് ഇസ്തിഗാഥ. അതല്ല ഇസ്തിഗാഥ, ഇടപെടാൻ ആവശ്യപ്പെടലല്ല. പിന്നെയോ, നേരിട്ട് ഞങ്ങൾക്കത് നൽകണം. അതാ സ്വഹാബത്ത് ചോദിച്ചത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിലെ ഉന്നത സ്ഥാനം, അങ്ങയോടൊപ്പം സീറ്റ് വേണം. നിങ്ങൾ ചോദിച്ചു വാങ്ങി തരണം എന്നല്ല, കാരണം സ്വർഗത്തിന്റെ അധികാരിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വമല്ലകനി കുല്ലൽ ജിനാനി വമാ ഹവാ, സ്വർഗങ്ങളും അതിന്റെ പരിസരത്തുള്ളത് മുഴുവനും എനിക്ക് അല്ലാഹു മിൽക്കാക്കി തന്നു, ഉടമയാക്കി തന്നു എന്നാണ് ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി. അപ്പൊ അതിന്റെ ഒക്കെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറയണോ അവിടുത്തെ അധികാരം? അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് തങ്ങൾ അവിടുത്തെ ഒരു കിതാബ് തന്നെ എഴുതി, ഇബ്നു തൈമിയ്യക്കെതിരിൽ അസ്സൈഫുൽ മസ്ലൂൽ അലാ മൻ സബ്ബർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്മഅത്തിൽ ഉമ്മ, ഈ ഉമ്മത്ത് ഏകോപിച്ചിരിക്കുന്നു അലാ അന്നൽ ഇസ്തിഗ്ഫാഫ ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിച്ചാൽ, അവിടത്തെ നിന്ദിക്കുക എന്നത് കുഫ്റുൻ, അത് കുഫ്റാണ്, റിദ്ദത്താണ്, ഷഹാദത്ത് തന്നെ നഷ്ടപ്പെടുന്ന പരിപാടിയാണ്. ലൈസ ബൈനൽ ഉലമായി ഖിലാഫുൻ ഫീ ദാലിക, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളെ നിന്ദിച്ചവൻ, ഒരു കഴിവുമില്ലെന്ന് പറഞ്ഞവൻ, അവൻ കാഫിറാണെന്ന വിഷയത്തിൽ ഉലമാഇനിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഖാദിയാദ് റളിയല്ലാഹു അൻഹു വാക്കുദ്ധരിച്ചുകൊണ്ട് അല്ലാമ സുബ്കി തങ്ങളുടെ കിതാബ്. എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നല്ലൊരു ഇസ്തിഗാസ ഈ മാസം ചെയ്യാനാവൂ? അടുത്ത മാസം ഞങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അള്ളാന്റെ റസൂലിനോട് ചോദിച്ചാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗം ചോദിച്ചാൽ, അതായിക്കോട്ടെ ഹിദായത്ത് ചോദിച്ചാൽ, ആ ചോദിച്ചത് ഞങ്ങൾക്ക് നേരിട്ട് തരാൻ കെൽപ്പുള്ള, കഴിവുള്ള, ഖുദ്റത്തുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖുദ്റത്ത് അല്ലാഹു കൊടുത്തതാണ്, അത് പറയേണ്ടില്ല, എല്ലാവർക്കും അറിയാലോ. മേലെയായ ഖാദിർ അവനാണ്. വല്ലാഹു ഹുവൽ മുഅ്തി അനിൽ ഖാസിം, ഞാനാണ് സപ്ലൈ ചെയ്യുന്ന ആൾ. അവിടുത്തെ വഴിയിലല്ലാതെ ഒരു നിഅമത്തും ഇവിടെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം തരാൻ അധികാരമുള്ള നബിയെ, ഞങ്ങൾക്ക് സ്വർഗം തരണേ എന്ന് ചോദിക്കാൻ ഇടയാളനൊന്നുമല്ല, നേർക്ക് നേരെ വാങ്ങിത്തരുന്നുള്ള അർത്ഥത്തിലുമല്ല. സ്വർഗം ഹബീബിന്റെ അധികാരത്തിലാണ്. അവിടെ നിന്ന് ഉദ്ദേശിച്ചാൽ ആർക്കും സ്വർഗം തരാൻ പറ്റും. അതുകൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് സ്വർഗം തരണേ എന്നൊരു ഇസ്തിഗാസ ചെയ്യാൻ AP വിഭാഗത്തിലെ നിയൽവാദികളെ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. ഇത് KNM ചോദ്യം. എവിടെ എത്തി നിങ്ങൾ അളന്നോക്കി വല്ല കഥ?